ഈ സ്പെഷ്യൽ മാങ്ങാക്കറി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കണം. അതിൻ്റെ കൂടെ ഒരു സവാള നീളത്തിലരിഞ്ഞതും മാങ്ങ നീളത്തിലരിഞ്ഞതും ചേർത്തിട്ട് എരിവിന് ആവശ്യമായ പച്ചമുളകും മുറിച്ചിട്ട് 3-4 വെളുത്തുള്ളി മുറിച്ചതും ചേർത്ത് ഒരല്പം ഇഞ്ചി ചതച്ചതും അതിലേക്ക് ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. എന്നിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണയും ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നന്നായിട്ട് ഞവടി യോജിപ്പിച്ചിട്ട് നമ്മൾ വേവിക്കുന്ന മൺചട്ടിയിലേക്കിട്ട് ആ ബൗളിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മാങ്ങ വേവാനായിട്ട് അങ്ങ് വയ്ക്കുക. വെന്ത് വരുന്ന സമയത്തേക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഒരല്പം തേങ്ങയും ഒരു 5-6 ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിള വരുന്ന സമയമാകുമ്പോൾ, അതായത് ഫ്ലെയിം ഓഫാക്കുന്നതിന് മുൻപ് ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ അതിൽ ചേർക്കുക. ചേർത്തിട്ട് വീണ്ടും ഇളക്കിയിട്ട് നമ്മൾ സാധാരണ പോലെ കടുക് താളിക്കണം. കടുക് വറുക്കുമ്പോൾ ഒരല്പം ജീരകവും കൂടെ വറുത്ത് ഒഴിച്ചെടുത്ത് അടിപൊളി മാങ്ങാക്കറി റെഡിയായി. ട്രൈ ചെയ്ത് നോക്കണം.